വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ രംഗോലി മാറ്റ് ഉണ്ടാക്കണതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കണതും ഒക്കെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ സെക്കൻഡ് പാർട്ടാണിത്. ഇതിലേക്ക് ഞാൻ ആകെ കൂടി 3 കളറേ എടുത്തിട്ടുള്ളൂ. കാരണം എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യണതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 കളറേ ആകെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ സ്റ്റാർട്ടിങ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കൈകൊണ്ട് ഇതേപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അവിടെ ഗ്ലൂ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ റൗണ്ടിന് ഒട്ടിക്കാൻ എളുപ്പമുണ്ടാവും. പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഗ്ലൂ ഗണ്ണിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഗ്ലൂ ഗണ്ണിൽ നിന്ന് വരുന്ന ആ പശ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ചേർത്ത് ഒട്ടിക്കണം. മാക്സിമം ഗ്യാപ്പ് തോന്നാത്ത രീതിയിൽ ചേർത്ത് ഒട്ടിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ ക്യാൻവാസിൽ ഒട്ടിക്കാൻ കാരണം, ക്യാൻവാസ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ബേസ് കുറച്ച് കട്ടി ഇരുന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ ക്യാൻവാസിൽ ഒട്ടിക്കാൻ കാരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാൻവാസിൽ ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗം വൈറ്റ് ആവില്ല, നമ്മൾ മേൽഭാഗത്താണ് നമ്മൾ ഒട്ടിക്കണത്, അടിഭാഗം വൈറ്റ് കളറും. അപ്പോൾ നിങ്ങൾ താഴത്തൊക്കെ ഇടുമ്പോൾ ചളിയാവും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തും എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ച് അടിക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിത് അങ്ങനെ എവിടെയും നമ്മുടെ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ ഇത് നോർമൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം ഞാൻ വേറെ എവിടെയും അങ്ങനെ അധികം കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് കമൻറ്റ് ചെയ്യണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ വീട്ടിൽ. ഇത് നല്ല ഭംഗിയുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു ഷോക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പിന്നെ ഈ ഒട്ടിക്കുന്ന നൂലിന് ഫെദർ വൂൾ എന്നാണ് സാധാരണ പറയുക. ഞാൻ ഈ ഫെദർ വൂൾ എന്ന് പറഞ്ഞിട്ട് കടക്കാർക്ക് മനസ്സിലാവും ചെയ്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് മനസ്സിലായത് ഈ സംഭവം ഇതാണ് എന്നുള്ളത്. ഈ നൂലിന് വേറെ എന്തെങ്കിലും പറയുമെന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ഒരുപാട് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി നോക്കണം, മറക്കരുത്. പിന്നെ ഈ ഒരു ഡിസൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസൈൻ മാത്രമല്ല, ഒരുപാട് വലിപ്പത്തിലുള്ളതും ചെറുതായിട്ടുള്ളതും ഒരുപാട് നല്ല എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും, നമ്മൾ നോർമൽ പൂക്കളത്തിനിടുന്ന എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഇനി കൂടുതൽ ഞാനൊന്നും പറയണില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണത്, ഗ്ലൂ ഗണ്ണ് ചൂടുള്ളതാണ്. അപ്പോൾ അത് ഗ്ലൂ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, കൈയൊന്നും പൊള്ളാതെ.
അപ്പോൾ അങ്ങനെ രംഗോലി മാറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളിതിന് മേക്കിംഗ് കംപ്ലീറ്റ് ഫുള്ള് കണ്ടിട്ടുണ്ടാവും. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ഡിസൈന് കംപ്ലീറ്റ് ഇങ്ങനെ വിചാരിച്ച് ചെയ്തൊന്നല്ല, നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇതായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒട്ടിക്കാം. ഇതിങ്ങനെ വെള്ള കളർ വരുമ്പോൾ ചളിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ചെയ്ത് തുടങ്ങിയിട്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്ലൂ വെച്ചിട്ടും ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.